എല്ലാവർക്കും നമസ്കാരം. തോമുകൽ ഡയറി ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന വീഡിയോ ഇപ്പം ഉള്ള ഒരു കാലാവസ്ഥ, അതായത് പ്രത്യേകിച്ച് മഴക്കാലം വന്നപ്പോഴേക്കും എന്നോട് ഇങ്ങനെ നേരത്തെ തന്നെ ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മഴക്കാലത്ത് പശുക്കൾക്ക് എന്തെല്ലാം രീതിയിലുള്ള അസുഖങ്ങളാണ് ഉണ്ടാകുന്നത്, അതിനുള്ള പ്രതിവിധി എന്താണ്, അതുപോലെ തന്നെ മഴക്കാലത്തെ പശുക്കളുടെ കാലിത്തീറ്റയിൽ എന്തെങ്കിലും ക്രമീകരണം ചെയ്യേണ്ടതുണ്ടോ എന്ന് പറഞ്ഞുള്ള കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മറുപടി ആണ് ഞാൻ ഇന്നിപ്പോ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. കുറെ സംശയങ്ങൾ എനിക്കിപ്പം വരാറുണ്ട്. ആ സംശയങ്ങളെ എല്ലാം കൂടെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള വീഡിയോയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ കാണുന്ന ഈ ഒരു കാലാവസ്ഥ നമുക്കറിയാം, ഏകദേശം മഴക്കാലം എത്തിക്കഴിഞ്ഞു. മഴക്കാലം എത്തിക്കഴിയുമ്പോഴേക്കും പശുക്കൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ നമ്മൾ ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മുടെ ഫാമും പരിസരവും സൂക്ഷിക്കുക. ഈച്ചയും കൊതുകും അതുപോലെ തന്നെ പശുക്കളുടെ ദേഹത്തുണ്ടാകുന്ന ചെള്ളും പിടിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് എന്തൊക്കെ രീതികളാണ് അതിനെ അവലംബിക്കേണ്ടത് എന്നുള്ള പല വീഡിയോകളും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. അതിനുള്ള മെഡിസിൻസ് ഒക്കെ മറ്റും എന്താണ് എന്നൊക്കെ മറ്റും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ആ വീഡിയോകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളെ ഈച്ചയും കൊതുകും അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഈ പാലുണ്ണി, പറ്റാരൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളെ ഒഴിവാക്കുക. ഇപ്പം പശുക്കൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ കാലാവസ്ഥയിൽ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർക്കൊരു പനി ഉണ്ടാകുന്നു. വലിയ പശുക്കൊക്കെ ആകുമ്പോഴേക്കും പ്രത്യേകിച്ച് വലിയ നമ്മളെപ്പോലെ തന്നെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്കിങ്ങനെ കാലിത്തീറ്റയോട് മടുപ്പ്, മൂക്കിക്കൂടി ഒരു അല്പം വെള്ളം വരുന്നു, അതുപോലെ തന്നെ ചില തീറ്റ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ കാണിക്കുന്നു. നമുക്കറിയാം, ഏകദേശം പശുവിന്റെ ഒരു ചെവിയുടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ചെവിയുടെ ഈ ഭാഗത്ത് നമുക്കിങ്ങനെയുള്ള അസ്വസ്ഥതകൾ തോന്നുമ്പോഴേക്കും നമുക്ക് ചെവിയുടെ ഈ ഭാഗത്ത് പിടിക്കുവാണെങ്കിൽ നല്ല ചൂട് അനുഭവപ്പെടും. അപ്പം നമുക്കറിയാൻ പറ്റും പശുവിന് പനിയാണോ അല്ലയോ എന്നറിയാൻ പറ്റും. ഈ അതുകൊണ്ട് പശു തല കുമ്പിട്ട് നിൽക്കുന്നൊക്കെ മറ്റും കാണാം. അപ്പം നമുക്കറിയാം പനിയാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ കാലാവസ്ഥയ്ക്ക് നമ്മൾ ഒരു പശുക്കൾക്ക് ക്ഷീണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ടത്, അതിന് വലിയ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഒരു രണ്ടും ഈ പ്രസവിച്ച് നിൽക്കുന്ന ചെനയില്ലാത്ത പശു ആണെങ്കിൽ മെലോനെക്സ് പ്ലസ്, പനിക്കുള്ള 2 ഗുളിക മെലോനെക്സ് പ്ലസ് മേടിച്ചിട്ട് വലിയ പശുക്കൾക്ക് ആണെങ്കിൽ ആ ഗുളിക ഒരു നേരം കൊടുക്കുക. 2 നേരം രാവിലെയും വേട്ടും 2 ഗുളിക വീതം കൊടുക്കുക. പനി മാറിക്കൊള്ളും. അതോടൊപ്പം തന്നെ അവർക്ക് ദഹനക്കേട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും കാണുമായിരിക്കും. അപ്പൊ നമുക്ക് അവർക്കൊരു ഹിമാലയൻ ബാപ്പീസിയോ എന്ന് പറയുന്ന ഒരു ദഹനത്തിനുള്ള ഒരു പൊടി നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ മൃഗാശുപത്രി ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനുള്ള മരുന്ന് തരും. നമുക്ക് അത് കുഴച്ചു കൊടുക്കാം ഫസ്റ്റ് എയ്ഡ് ആയിട്ട്. അത് ഒരു ദിവസം കൊടുത്തിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങളെ പറ്റി ആലോചിക്കണം. അതിന്റെ കാരണം ഇപ്പം നമുക്കറിയാം, ഈ ലോക്ക്ഡൌൺ കാലമായതുകൊണ്ട് ഡോക്ടർമാരെ ഒന്നും തന്നെ കിട്ടാനായിട്ടേ ഇല്ല. വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ്. ആയതുകൊണ്ട് നമ്മൾ തന്നെ മാക്സിമം ഇവർക്കുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും മെഡിസിൻ ഫസ്റ്റ് എയ്ഡ് വേണ്ടുന്നതെല്ലാം നമ്മുടെ കയ്യിൽ കരുതിയിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലൊക്കെ തന്നെ ഫസ്റ്റ് എയ്ഡ് നമ്മൾ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോകാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് എയ്ഡ് സാധനങ്ങൾ കയ്യിൽ കരുതിയിരിക്കുക. പ്രത്യേകിച്ചും മെലോനെക്സ് കരുതിയിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തുകൊള്ളുക, ചെനയുള്ള പശു ആണെങ്കിൽ മെലോനെക്സ് പ്ലസ് ഒരിക്കലും കൊടുക്കരുത്. ഉള്ളി മെലോനെക്സ് മാത്രമേ കൊടുക്കാവുള്ളൂ കേട്ടോ. ചെനയുള്ള പശുവിന് മെലോനെക്സും, കറന്നുകൊണ്ടിരിക്കുന്ന പശുവിനാണെങ്കിൽ മെലോനെക്സ് പ്ലസും കൊടുക്കണം. വലിയ പശുക്കളാണെങ്കിൽ അത് 2 വെച്ച് തന്നെ കൊടുക്കണം. ചെറിയ പശുക്കളോ ആണെങ്കിൽ ഒരെണ്ണം കൊടുത്താൽ മതി. സാധാരണ ഒരു കിടാരിയൊക്കെ ആണെങ്കിൽ 1-1.5 കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ഇപ്പം വേറൊരു അസുഖം കാണുന്നത്, ഈ കിടാരികൾക്കുണ്ടാകുന്ന ഒരു വലിയൊരു അസുഖമാണ് ഈ മഴക്കാലത്ത് ഈ സീസണിൽ കാണുന്നതാണ്. അവർക്ക് ഈ ജോയിന്റ്സിന് ഒരുതരം പെയിൻ വരും. അതിന് മുടന്തൻ പനി എന്നാണ് പറയുന്നത്. മുടന്തൻ പനി, ഭയങ്കരമായ പനി ഉണ്ടാകും. ഇവരിങ്ങനെ നിലത്തിങ്ങനെ കൂടുതലായിട്ട് കിടക്കുന്നു. അവർക്ക് എഴുന്നേക്കാൻ വലിയ പാട്, അവരുടെ ജോയിന്റ്സിനൊക്കെ വേണ്ടി ഭയങ്കര വേദന, ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ അവർക്ക് തീറ്റയെടുക്കാനൊക്കെ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാണിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഒരു ഡോക്ടറെ വിളിച്ചൊരു ഇഞ്ചക്ഷൻ കുടിപ്പിക്കുമായിരുന്നു. ഇല്ല എങ്കിൽ തന്നെ നമുക്ക് നല്ല പനി ഉണ്ടാകും, നല്ല ക്ഷീണം ഉണ്ടാകും. ഫസ്റ്റ് എയ്ഡ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലൊക്കെ നിങ്ങൾക്ക് കിടാക്കളുടെ വലുപ്പം അനുസരിച്ച് ഒരു മെലോനെക്സ് പ്ലസിന്റെ ഒന്നുകിൽ ചെറിയ കിടാവാണെങ്കിൽ 6 മാസം വരെയുള്ള കിടാവാണെങ്കിൽ ഒരു മെലോനെക്സിന്റെ പകുതി കൊടുക്കാം. 6 മാസത്തേക്ക് മേളിലുള്ളതാണെങ്കിൽ 1 കൊടുക്കാം. അത് കൊടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ ഇവർക്കുള്ള ദഹനത്തിന്റെ പൊടി ഒരു പകുതി പൊടി, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ദഹനത്തിന്റെ പൊടിയും കൂടെ കൂട്ടി ശർക്കരയിൽ ഉരുട്ടി ഇവർക്ക് വായിൽ കൊടുക്കുക. അപ്പോഴേക്കും അവരുടെ ദഹനവും കറക്റ്റ് ആകും, അവരുടെ പനിയും മാറും. അത് ഏകദേശം ഒരു 2-3 നേരം ഈ ടാബ്ലറ്റ് കൊടുത്ത് അവരുടെ പനി കുറയ്ക്കുക. അതോടൊപ്പം തന്നെ ഇവർക്ക് നമുക്ക് കുറച്ച് ചൂട്, കുറച്ച് ആവി പിടിക്കത്തക്ക രീതിയിൽ കൂടെയുള്ള കുറച്ച് പുകയടിക്കാനായിട്ട് കുറച്ച് സംഭവങ്ങൾ ഒരു ചട്ടിക്കകത്താക്കി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുക അടിച്ചടിച്ച് ഇവരുടെ മൂക്കിൽ കൂടെ ഉള്ള കഫം മുഴുവനും ഇങ്ങനെ ഒഴുകിപ്പോകും. അവർക്ക് 1-2 ദിവസത്തേക്ക് നല്ല ക്ഷീണം ഉണ്ടാവും.
അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ക്ഷീണം മാറി എഴുന്നേറ്റ് പോകും. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അതുങ്ങൾക്ക് ഡെത്ത് തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. അത് നിങ്ങൾ ഏറ്റവും വളരെ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഈ പശുക്കൾക്ക് ഈ സീസണിൽ പ്രത്യേകിച്ച് ഒരു കാലിത്തീറ്റയിൽ ഒരു മാറ്റം വരുത്താനായിട്ടൊന്നുമില്ല. കാലിത്തീറ്റയൊക്കെ എപ്പോഴും നമുക്ക് ഒരേ രീതിയിൽ തന്നെ കൊടുക്കാം. കാലിത്തീറ്റയിലൊക്കെ ഈ സമയത്ത് ഇനി ആഹാരം കൊടുക്കാൻ പറ്റുള്ളൂ, ഈ കാലാവസ്ഥയിൽ ഇനി ആഹാരം എന്നൊന്നുമില്ല. നല്ല മഴ ഒക്കെ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണെങ്കിൽ നമുക്കറിയാം, പ്രത്യേകിച്ചും ഈ സമയത്തൊക്കെ അതുവേ പറ്റുള്ളൂ. നമുക്ക് രാവിലെ കുറച്ച് പുല്ല് കൊടുത്താൽ വൈകിട്ട് കുറച്ച് വൈക്കോൽ കൊടുക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. അവർക്കൊരു ശരീരത്തിന് ചൂട് കിട്ടും, അവരുടെ പാലിന്റെ ഒരു കൊഴുപ്പിന്റെ ഒരു വേരിയേഷൻസ് നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ സീസണിന്റെ പ്രത്യേകതയായിട്ട് ശ്രദ്ധിക്കുക ചെയ്യുക. ഇതുപോലെ തന്നെ ഇപ്പം വേറൊരു പ്രശ്നം കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് എല്ലാവരും വിളിച്ചു പറയുന്ന ഒരു സംഭവമാണ്, പശുക്കൾക്ക് ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ ഉണ്ടാകുന്നു. ഇവർക്ക് ഈ വയറിളക്കം ഉണ്ടാകുന്നതിന്റെ കാരണം ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ഈ സമയത്തൊക്കെ വെച്ചും പുല്ല് കണ്ടമാനം നിറഞ്ഞ പുല്ലുകളായിരിക്കും, പുല്ലിനകത്ത് അല്പം മണ്ണ് കാണുമായിരിക്കും. ഞാൻ സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, C3 കൊടുക്കുന്നവരുടെ അല്ല. അപ്പം അങ്ങനെ കൊടുക്കുന്ന സാഹചര്യത്തില് ഇവർക്ക് ഈ പുല്ല് ഇളംപുല്ലായിരിക്കും, പ്രോട്ടീൻ വളരെ കൂടുതലായിരിക്കും പുല്ലിനകത്ത്. ഈ സമയത്ത് പശുക്കളുടെ വയറ് അല്പം ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. ലൂസ് മോഷൻ കൂടുതലായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതായത് ബയോട്രിം DS എന്ന 2 ടാബ്ലറ്റ്, വലിയ പശുക്കളാണെങ്കിൽ 2 ടാബ്ലറ്റ് കൊടുക്കുക. അത് രാവിലെയും വൈകിട്ടും തന്നെ കൊടുക്കുക. കുറച്ചില്ലെങ്കിൽ 3-4 നേരം കൊടുക്കുക. അത് കൊടുത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പത്തിന് കുറച്ച് ദിവസം കൊണ്ട് പതിയെ മുറുകി മാറിക്കോളും. അതാണ് നമുക്ക് ഇപ്പം വലിയ പശുക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ടാബ്ലറ്റ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ വക കാര്യങ്ങൾ മെലോനെക്സ്, അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ബയോട്രിം DS, ഹിമാലയൻ ബാപ്പിസിയ എന്ന് പറയുന്ന ആ ദഹനത്തിന്റെ പൊടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മൾ മേടിച്ച് വളരെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. അതുപോലെ തന്നെ ഇപ്പം വേറൊരു കേസ് കാണുന്നത്, പ്രത്യേകിച്ചും ഈ കൈതപ്പോള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മറ്റും കൊടുക്കുന്ന പശുക്കൾക്ക് ഭയങ്കരമായിട്ടും വയറ് വീർക്കുന്ന ഒരു സംഭവം ഇങ്ങനെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ കൂട്ടുകാരൻ, നിങ്ങൾക്കറിയാം, എന്റെ ഒരു ഫ്രണ്ട്, ഞാൻ നേരത്തെ ഒരു ഫാം അദ്ദേഹത്തിന്റെ ഉദ്ഘാടനത്തിൽ പോയത്, അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പശുക്കളുടെ എല്ലാം വയർ ഇങ്ങനെ ഭയങ്കരമായിട്ട് വീർത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാ പശുക്കളെയും ഒന്നുപോലൊക്കെ. അതിന്റെ കാരണം അവർക്ക് ഈ കൈതപ്പോൾ എത്തിയമെന്റ് നിന്നപ്പോഴേക്കും ഒരു ഗ്യാസ് കിട്ടിയതായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓർത്തിരുന്നോളുക, തൈറൽ, TYREL, തൈറൽ. ഇത്രയുള്ള ഒരു ചെറിയൊരു ബോട്ടിലാണ്, 60 രൂപ 70 രൂപയാണ് ഒരു ബോട്ടിലിന്റെ വില. ആ ബോട്ടിൽ മേടിച്ചിട്ട് നിങ്ങൾ ഒറ്റ ട്രിപ്പായിട്ട് അതിന്റെ വായിലേക്ക് കൊടുക്കുക. അപ്പോഴേക്കും അവരുടെ ഗ്യാസ് വിട്ടുപോകും. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, കൈതപ്പോള സാധനങ്ങളെ അങ്ങനെയുള്ളവർ കൊടുക്കുന്നവർ എപ്പോഴും ശ്രദ്ധിച്ചോളുക. നിങ്ങളൊരു 10 ദിവസമെങ്കിലും അടുപ്പിച്ച് അവർക്ക് ഈ ഫീഡപ്പ് ഈസ്റ്റ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പശുക്കളുടെ ദഹനം നന്നായിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് നമുക്ക് ഒരു 10 ദിവസത്തേക്ക് അടുപ്പിച്ച് ഒരു 1/2 സ്പൂൺ രാവിലെയും വൈകിട്ടും ഒരു 1/2 സ്പൂൺ വെച്ച് 10 ദിവസം അടുപ്പിച്ച് കൊടുക്കുക. 10 ദിവസം മാത്രം അടുപ്പിച്ച് കൊടുത്താൽ മതി, 365 ദിവസം കൊടുക്കണ്ട. കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വയമേ ഉണ്ടാകുന്ന ആ ഒരു ദഹനം അവർക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് 10 ദിവസം അടുപ്പിച്ച് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അല്പം കൊടുക്കുക. അപ്പോഴേക്കും അവരുടെ ആ ഒരു ദഹനത്തിന്റെ പ്രോബ്ലം നമുക്ക് വളരെ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കൈതപ്പോള കൊടുക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം നിങ്ങൾ ഒരു നേരം കൈതപ്പോള കൊടുക്കാൻ ശ്രമിക്കുക, ഒരു നേരം കച്ചി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു തീറ്റകൾ കൊടുക്കുക. കൈതപ്പോള തന്നെ കൊടുക്കുമ്പോഴേക്കും പശുക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട്. എനിക്കറിയാം, വർഷങ്ങളായിട്ട് കൈതപ്പോള തന്നെ കൊടുത്ത് വളർത്തുന്ന ആളുകളുണ്ട്. അവർക്കുള്ള പ്രശ്നങ്ങൾ അവരെന്നോട് പങ്കുവച്ചിട്ടുണ്ട്. എനിക്ക് 90 പശു വരെയുള്ള കൂട്ടുകാരൊക്കെ പറ്റിയുണ്ട്, അവർക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ കൈതപ്പോളയിൽ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ഒരു നേരം കൈതപ്പോള കൊടുക്കുക. കൈതപ്പോള കൊടുക്കുന്നെങ്കിൽ വൈകിട്ട് മാക്സിമം നിങ്ങൾ കച്ചി കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴേക്കും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നോട് പലരും പറയാറുണ്ട്, ഈ ദിവസങ്ങളൊക്കെ മറ്റും വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ തന്നെ ഞങ്ങൾ ഈ തൂമ്പകൾ ഡയറി ഫാമിന്റെ വീഡിയോ ഇപ്പോഴാണ് കണ്ടത്. ഈ വീഡിയോ ഒരു ശകലം കൂടെ മുമ്പ് കണ്ടിരുന്നെങ്കിൽ എന്റെ പശു ചാകത്തില്ലായിരുന്നു, എന്റെ പശുവിനെ വിൽക്കത്തില്ലായിരുന്നു, എന്റെ കിടാവ് ചാകുകയല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഇങ്ങനെ സങ്കടം പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ വീഡിയോസ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും നിങ്ങൾ ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. ഓരോരുത്തരും കാര്യങ്ങൾ കണ്ട് പഠിക്കട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ഈ പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ പറ്റും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മടിക്കണ്ട, നിങ്ങൾ അപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ എന്ന ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നൊരു ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഞാൻ നേരത്തെ ചെയ്തിരിക്കുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാവിധമായ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും കാണുവാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങൾ നിങ്ങളുടെ നല്ല വിലയേറിയ കമന്റുകൾ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഏതുതരം വീഡിയോകളാണ് ചെയ്തു തരേണ്ടതെന്ന് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുക. അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വീണ്ടും നല്ല നല്ല വീഡിയോകൾ ചെയ്തു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്നിപ്പോ ഞാനൊരു നല്ലൊരു പശുവിന്റെ ഒരു പരസ്യം നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. ഒരു കന്നിക്കിടാവ് നിർജ്ജനയായിട്ട് നിപ്പുണ്ട്. ഏകദേശം 23-ാം തീയതി 24-ാം തീയതി 9 മാസം തികയുന്ന കിടാരിയാണ്.
തള്ളയ്ക്ക് 14 ലിറ്റർ പാലുള്ള പശുവായിരുന്നാണ് അവർ പറഞ്ഞത്. നല്ലൊരു പശുവാണ്. കോട്ടയം ജില്ലയിലെ മണർകാട് എന്ന സ്ഥലത്താണ്, മണർകാട് പള്ളിയുടെ അവിടെ 4 കിലോമീറ്റർ ആണ്, അവിടെയാണ് ഈ പശു ഉള്ളത്. അതിന്റെ വീഡിയോ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുക. ആവശ്യക്കാർ മാത്രം ബന്ധപ്പെടുക. അവർക്ക് ആവശ്യമുള്ളവർ പോയി എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് പശുവിനെ വാങ്ങിക്കുക. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.